ബബ്ബബ്ബബ്ബ. ഈ പേരും ഈ സിനിമയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ഈ സിനിമ കഴിഞ്ഞതാ ഈ നിമിഷം വരെ ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് തമ്മിലുള്ള കണക്ഷൻ എന്തുവാന്നുള്ളൊരു കാര്യം. ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ സിനിമ ഫസ്റ്റ് ഡേ ആദ്യ ഷോയ്ക്ക്, അതും രാവിലെ 8 മണിക്ക് പോയി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനൊരു ദിലീപ് ഫാനേ അല്ല. പക്ഷെ ഇതുപോലൊരു സിനിമ കാണാൻ ഇടയുണ്ടായ സാഹചര്യം ഈ നാട്ടിലെ മൂക്കിൽ കൂടെയും തളയിട്ട്, ചെവിയിൽ കൂടെയും തളയിട്ട്, കഴുത്തിൽ കൂടെയും തളയിട്ട്, മുറി ഇംഗ്ലീഷ് മുറി മലയാളം ഒക്കെ ആയിട്ട് കൊണ്ട് നടന്നുകൊണ്ട് ദിലീപിനെതിരെ സംസാരിക്കുന്ന കുറച്ചധികം ഫെമിനിസ്റ്റുകളും ദിലീപ് പ്രതിയല്ല എന്ന് കണ്ടപ്പം അത് പ്രതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പറഞ്ഞു വരുന്ന കുറെ എണ്ണവും, പിന്നെ ബസ്സിനുള്ളിൽ ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിച്ചപ്പോഴത്തേക്കും ഇത് പ്രദർശിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഡയലോഗുകളും ഒക്കെ കൂട്ടി അങ്ങോട്ട് വായിച്ചപ്പോഴത്തേന് എന്തുകൊണ്ട് ദിലീപിന്റെ സിനിമ കണ്ടുകൂടാ? എന്നാ പോട്ടടാ, ദിലീപിന്റെ സിനിമ ഞാൻ ആദ്യം പോയി കാണും, വന്ന എൻ്റെ അഭിപ്രായം ഞാൻ പറയും. അതുകൊണ്ടാണ് ഇതുപോലൊരു വീഡിയോയ്ക്ക് മുന്നിൽ ഞാൻ വന്ന് പറയാനിടയുണ്ടായ സാഹചര്യം. എനിക്ക് ഉറപ്പാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നവരുൾപ്പെടെ, ഈ സിനിമ കാണുന്നവരുൾപ്പെടെ 50% ആൾക്കാരും ഇതേ മെന്റാലിറ്റിയോട് കൂടി തന്നെയായിരിക്കും ഈ ഒരു സിനിമ കാണാനാക്കി തിയേറ്ററിലേക്ക് ആദ്യ ഷോയ്ക്ക് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നേ ദിവസം പോകുന്നത്. ഈ വീഡിയോ കാണുന്നവർ, നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് സിനിമ കാണാൻ ഇടയുണ്ടായ സാഹചര്യം അതൊന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തി തരണേ. ഓക്കെ, ദിലീപിന്റെ കേസും ഈ സിനിമയും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. പിന്നെ കേസിനിടയിൽ ഒരു സിനിമ വന്നതുകൊണ്ട് നമ്മൾ ഈ സിനിമയിലേക്ക് ഇറങ്ങി ചെന്നു, സിനിമയൊന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നി, നമ്മൾ കണ്ടു. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ സിനിമയെ പറയുന്ന കാര്യവും ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിയും ആ വ്യക്തിയുടെ കേസും രണ്ടും രണ്ട് ജോണറിൽ നിൽക്കുന്ന കാര്യങ്ങൾ, അതും ഇതും തമ്മിൽ കൂട്ടിക്കുഴക്കില്ല, അതും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ഓക്കെ, ഇനി നമ്മൾ ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എന്റർടൈൻമെന്റ്, യാതൊരുവിധ ലോജിക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഇതിനകത്ത് ഒരു രൂപയുടെ ലോജിക്ക്, ഇതെന്തിനാണ് അങ്ങനെ കാണിച്ചത്, അത് നമുക്ക് കാണിക്കാൻ പറ്റിയൊരു കാര്യമാണ്, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. അങ്ങനെ ഒന്നും ചിന്തിക്കാതെ, യാതൊരുവിധ ലോജിക്കും പ്രതീക്ഷിക്കാതെ പോയിരുന്ന് ആസ്വദിക്കാൻ പാകത്തിലുള്ള കുറച്ച് സീക്വൻസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ധൈര്യമായിട്ട് പോവുക, കുടുംബമായിട്ട് പോവുക, ടിക്കറ്റ് എടുക്കുക, പോയി കാണുക. ഇതിനകത്ത് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയ ഘടകങ്ങളോ കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള സാധനങ്ങളോ തുടങ്ങിയിട്ടുള്ള ഒരു സംഭവങ്ങളും ഇല്ല. എന്നാൽ മാസ് വേണ്ടവർക്ക് ഈ സിനിമയിൽ നല്ല പ്രോപ്പറായിട്ട് മാസ് ഉണ്ട്. കോമഡി വേണ്ടവർക്ക് അത്യാവശ്യം ചെറുതായിട്ട് കുറച്ചധികം കോമഡികളുണ്ട്. എന്നാൽ വലിയ കോമഡികളൊന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. പക്ഷെ കുട്ടികൾക്ക് ഈ സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെടാൻ ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ ഈ സിനിമയിലെ ക്യാരക്ടറുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അഭിനയത്തിന്റെ പീക്ക് ലെവല്, നമ്മൾ ഇത്രയും നാൾ ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കാണാത്ത രീതിയിലുള്ള ഒരു അഭിനയമാണ് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നത്. അത്ര വെൽ ഒരു 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 വേ ഓഫ് ആക്ടിങ് ഉണ്ടല്ലോ, അതൊന്നും ഇതുവരെ കാണാൻ സാധനം. ഇപ്പൊ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വർഷങ്ങൾ അഭിനയിച്ച ഒരു വ്യക്തിയുടെ ഇതുവരെ കാണാത്തൊരു മോഹൻലാലിനെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ സിനിമയിൽ കാണാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസനാണെങ്കിലും ശരി, ധ്യാൻ ശ്രീനിവാസനാണെങ്കിലും ശരി, ഇനി ഒരുപാട് വ്യക്തികളുണ്ട്, ആരുടെയും പേരുകൾ പറഞ്ഞ് ഞാൻ വഷളാക്കുന്നില്ല. നിങ്ങൾക്ക് സിനിമ പോയി കണ്ട് സസ്പെൻസോട് കൂടി തന്നെ ആസ്വദിക്കണം. അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് മലവെള്ളപ്പായച്ചിൽ കണക്ക് കുറെ ഇറങ്ങി വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്, ഇത്രയും ക്യാരക്ടറിനകത്ത് പല ക്യാരക്ടറിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവരെ എന്തിനാണ് ഈ ഒരു പോസ്റ്റിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്? ഇങ്ങനെ ഒരു ക്യാരക്ടർ കൊടുക്കാൻ ഇടേണ്ട സാഹചര്യം എന്താ? എന്നാൽ ഇദ്ദേഹം കൊണ്ട് ഈ ക്യാരക്ടറിന്റെ വാല്യൂ എന്താ എന്നൊക്കെ എനിക്ക് ചില ചിന്തകളൊക്കെ തോന്നി. പക്ഷെ അത്തരത്തിലുള്ള ചിന്തകളൊന്നും ഇല്ലാതെ ഒരു മാഡ്നസ് മാത്രം പ്രതീക്ഷിച്ച് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്നും ആലോചിക്കേണ്ട, പ്രോപ്പറായിട്ട് പോയിരുന്ന് കാണാം. കാരണം ലോജിക് ഇല്ലാത്ത ഒരുപാട് സിനിമകൾ നമ്മൾ കാണാറുണ്ട്. 10-30 പോലീസുകാരുടെ നേരെ ഉള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു ഇതിനകത്ത്. ആ സീനിനകത്ത് പോലീസുകാരുടെ നേരെ എലിവാണം വിട്ടുകൊടുക്കുന്ന നായകൻ, പോലീസുകാരെല്ലാം എലിവാണം നെഞ്ചത്ത് വീണിട്ട് തറയിലോട്ട് വീഴുന്നു. അണ്ണാ, വാണം വിടുന്നതിന് ഞാൻ ഒന്നും പറയുന്നില്ല, വാണം നല്ലതാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ, ആവശ്യ ഘട്ടങ്ങളിലെല്ലാം വാണം വിടുന്നതും വാണം വിട്ട് മനസ്സുതി അടയുന്നതും നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ ആ വാണം വിടുമ്പോഴത്തേന് നിങ്ങൾ ആ ഉണ്ടാക്കി കൊടുത്തൊരു മെഷീൻ ഉണ്ടല്ലോ, ചൈനീസ് മെഷീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എന്നാൽ 2ാം ക്ലാസ്സിലെ ശാസ്ത്രമേ അടക്കി പഠിക്കുന്ന പിള്ളേരുണ്ടല്ലോ, അവരെ കയ്യിൽ കൊടുത്തായിരുന്നു അവർ ഇതിലും നല്ല രീതിയിൽ ആ സാധനങ്ങൾ ഉണ്ടാക്കി തന്നതിനായിരുന്നു. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പെട്ടി, ഒരു വട്ടി, ഒരു ആകെ കൂടി ഉണ്ടല്ലോ, മറ്റേ ഒരു ആണി ഒരു ചുറ്റിലും വെച്ചിട്ട് അടിച്ച് കയറ്റി കണക്കൊക്കെ എവിടേക്കോ പല കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊന്നും നായകനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യമല്ല. പിന്നെ ഇതിനകത്തൊരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി അന്യായ മാസ. നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജോണറും സംഭവങ്ങളൊക്കെ മാറ്റണം, ഈ കോമഡി പരിപാടികളൊക്കെ അങ്ങ് മാറ്റണം. ഇതിപ്പോ കോമഡിയാന്നല്ല ഞാൻ പറഞ്ഞത്, ഇത് കോമഡി അല്ല, ഞാൻ ഇതുവരെ ഉള്ള കാര്യം പറഞ്ഞ. മാറ്റിയിട്ട് നല്ല അസലൊരു മാസ് സിനിമ, മോഹൻലാൽ വന്ന് മുണ്ടും മടക്കി കുത്തി വന്ന് നിന്ന മറ്റേ അണ്ടർവെയർ കാണുന്ന പരിപാടിയല്ല, നിങ്ങളെ കൊണ്ട് ഇത് പറ്റും. കാരണം നിങ്ങൾ രണ്ടുപേരും, ഈ പറഞ്ഞ മോഹൻലാൽ ആണെങ്കിലും ശരി, ദിലീപ് ആണെങ്കിലും ശരി, രണ്ടുപേരും കൂടെ ആ ഒരു ഫ്രെയിമിനകത്ത് വന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഒരു കോംബോ ഉണ്ടല്ലോ, ആ കോംബോ നല്ല രീതിക്ക് ആൾക്കാർക്കിടയിലേക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. ഈവൻ ആ ഒരു പാട്ടാണെങ്കിലും, ആ ഒരു പാട്ട് സത്യം പറഞ്ഞാൽ 2-3 ദിവസം മുമ്പ് നിങ്ങൾ യൂട്യൂബിൽ റിലീസ് ചെയ്തപ്പോഴത്തേക്കിന് വെറും കോഞ്ഞാമ്പള പാട്ടായിരുന്നു അന്നേ.
ഷാൻ റഹ്മാൻ ഇതുപോലുള്ള തോന്നിവാസങ്ങളൊക്കെ എഴുതിയാണ് മോഹൻലാലിനും ദിലീപിനും കൊടുക്കുന്നത് മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ ഈ സിനിമ കണ്ടപ്പോഴാണ് ഈ സിനിമയുടെ കഥയുമായിട്ട് ബന്ധം വരുന്ന ഒരു പാട്ടാണല്ലോ അതെന്നുള്ളൊരു കാര്യം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ ആ കഥ എന്തുമായിരിക്കും എന്നുള്ളത്. അപ്പം അപ്പം ഓക്കെ ആയില്ല, ഇപ്പൊ എല്ലാം ഓക്കെ ആയിച്ച് അന്ത പാട്ടുമായിട്ട് ആ ഒരു രീതിയിൽ പോകുന്നു. അപ്പൊ അതുപോലെ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി മോഹൻലാലുമായിട്ടൊരു കോംബോയ്ക്കകത്ത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായത് നല്ല രീതിയിൽ മാസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈവൻ പൃഥ്വിരാജും ഈ പറയുന്ന മോഹൻലാലും കൂടെ ഉള്ള ഒരു കോംബോയെക്കാട്ടിലും അതിനെക്കാട്ടിലും ഒരു 2-3 സ്റ്റെപ്പ് മുകളിൽ നിൽക്കുന്നുണ്ട് ഇവർ തമ്മിലുള്ള ആ ഒരു സെറ്റ് പരിപാടി. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതുപോലെ ദിലീപിനെ കൊണ്ട് നല്ല അസൽ മാസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു ക്ലൈമാക്സ് സീനിലൊക്കെ തോക്കൊക്കെ ആയിട്ട് പോകുന്ന ആ ഒരു സ്വാഗ് ആണെങ്കിലും ശരി, ഇതിനിടയിലുള്ള ചില ബിൽഡപ്പുകളാണെങ്കിലും ശരി, ആ ഒരു കോമഡി അങ്ങോട്ട് വിട്ടിട്ട് ദിലീപ് ഒരു ആക്ഷനിലേക്ക് വന്ന എന്നാ മറ്റേ വാളയാർ പരമശിവ എന്ന സംഭവത്തിലേക്ക് എത്തിയില്ല. ഇതിന് രണ്ടിന്റെ നടക്ക് നിൽക്കുന്ന ഒരു വ്യക്തി എന്നാ അത്യാവശ്യം തമാശ ഞാൻ പറയാം. ആ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു ദിലീപ് ഉണ്ടല്ലോ, ആ ഒരു സംഭവത്തിൽ നിൽക്കുക ദിലീപ്. ഇപ്പൊ അതിൽ നിന്നൊന്നും മാറി ഒരു സ്റ്റെപ്പ് കൂടെ മേളിലോട്ട് കയറി കഴിഞ്ഞാൽ പൊന്നു മോനെ ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ അടുത്ത ജേണി സ്റ്റാർട്ടാവുക. അടുത്ത ഒരു ആക്ഷൻ ജേണി ഇനി സ്റ്റാർട്ടാകാൻ പോകുന്നത്. ഇനി നിങ്ങൾ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കണ്ട. ദിലീപിനെ കൊണ്ട് ഇനി ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് വെയിറ്റിംഗാ, മുകളിലേക്ക് അതിന് പോകുന്നത്. ഈ സിനിമയിൽ വേറൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ ദിലീപിനെ ഒരുപാട് വ്യക്തികൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പുറമേ കാണുന്ന ഫെമിനിസ്റ്റുകളും മറ്റേതും മറിച്ചൊന്നുമല്ല. അത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദിലീപ് എന്ന് പറഞ്ഞൊരു ആള് സിനിമയിൽ ഉള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ സിനിമയായിട്ട് ബന്ധമുള്ളതുകൊണ്ടായിരിക്കാം ഒരുപാട് വ്യക്തികൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഈ സിനിമയിലുണ്ട്. പിന്നെ നമ്മൾ ഇതുവരെ കാണാത്ത ക്യാരക്ടേഴ്സ്, അതായത് നമ്മളിപ്പം ഒരുപാട് ആൾക്കാരെ നമ്മൾ ഓരോ സിനിമയിൽ കാണുന്നുണ്ട്, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് ഉണ്ട്, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. അവരുടെ എല്ലാം ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു വേ ഓഫ് ആക്ടിങ് ഉണ്ടല്ലോ, ആ ആക്ടിങ്ങിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സാധനം, അതുമായിട്ട് യാതൊരു ബന്ധമില്ല സാധനം ഈ സിനിമ നിങ്ങൾ കാണാൻ പോകുന്നത്. അതായത് അങ്ങ് അഭിനയത്തിന്റെ പീക്ക് ലെവലിൽ ഇപ്പൊ എന്നടാ ഈ സംഭവത്തിലേക്ക് വന്നാണ് അവസാനിപ്പിക്കുന്നത്. അതാണ് ഈ സിനിമ. അത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, യാതൊരുവിധ ലോജിക്കും പ്രതീക്ഷിക്കാതെ ഈ ഒരു സിനിമ കാണാനായിട്ട് നിങ്ങൾ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഈ ഒരു വേയിൽ, ഈ ഒരു തോട്ടിൽ യാതൊരു ലോജിക്കും പ്രതീക്ഷിക്കാതെ എന്റർടൈൻമെന്റ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി ഇഷ്ടപ്പെടും. പിന്നെ കുട്ടികൾക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെടാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. അത്യാവശ്യം തുടക്കം ചെറിയൊരു ക്രിഞ്ച് പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും കയറി വരുമ്പോഴത്തേക്കിന് ഇത് ആർക്കും എന്റർടൈൻമെന്റ് ഇല്ലാതെ പോകത്തില്ല. പിന്നെ മറ്റേ കണ്ണ് പൊത്തിയിരുന്ന് ഇങ്ങനെ കാണേണ്ട അവസ്ഥയൊന്നും ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യത്തില്ല. ഇത്രയും മാസും സംഭവങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും കണ്ണ് തുറന്ന് കണ്ണ് മുഴിച്ചിരുന്ന് നല്ല രീതിയിൽ കണ്ടുകൊണ്ട് തന്നെ പോകാം. അപ്പം ശരിയെന്നാ.